എത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സോനമ്പർക്ക് പോവാണ്. അപ്പോൾ രാവിലെ 9 മണിയായപ്പോൾ സ്റ്റാർട്ടായി. അപ്പോൾ ഞാനും സ്വന്നപ്പനും ഉണ്ട്. സ്വന്നപ്പ അവിടെയുണ്ട്. അപ്പോൾ ഡാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡാണ്. എന്താ രസം നോക്കി, നമ്മുടെ മറൈൻ ഡ്രൈവ് ഒക്കെ മുമ്പേ പോകുമ്പോഴേ കാണുന്ന അതേ ഫീലാണ്. അടിപൊളിയാണ്. കാശ്മീർ റോഡുകളൊക്കെ ശരിക്കും 200 വർഷം 600 വർഷമൊക്കെ പഴക്കമുള്ള മരങ്ങളാണ് ഈ നിൽക്കുന്നതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പച്ചക്കറി ഉണ്ടോ? आपका नाम क्या? अदनान. അദ്നാൻ. അദ്നാൻ. ഇന്നലെ നമ്മൾ ലാൽ ചൗക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അങ്കിളിൻ്റെ ഓട്ടോയിലാണ് പോയത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇദ്ദേഹത്തെ കിട്ടിയത്. ഇവിടെ നിന്ന് പോകുന്നതിന് 2500 രൂപ പറഞ്ഞേക്കുന്നത് സോനബർ. അവിടുന്ന് സോജില പാസ് പോകണമെങ്കിൽ നമ്മൾ വേറെ വണ്ടിയിൽ പോകണമെന്നാണ്. എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം. രാവിലെ കാശ്മീരി റൊട്ടി വാങ്ങിച്ച കിറുത എന്നതിന് പറയുന്നത്. നമ്മുടെ കുബൂസ് ഇച്ചിരി ടഫായിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇവിടുത്തെ ഫുഡിനൊക്കെ സ്വല്പ ഉപ്പ് കൂടുതലാണ്. ഇത് കാരണം കട്ടിയാ. പക്ഷെ നമ്മൾ कोई कश्मीरी फूड ट्राई किया सर? नहीं. നല്ല ടേസ്റ്റ് ഉണ്ട്. ചുമ്മാ കഴിക്കാനാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഹോട്ടലൊന്നുമില്ല. അപ്പോൾ ഇന്നലെ കിട്ടിയതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതുണ്ടോ മട്ടനെ കൊണ്ടുവന്നുണ്ട്. ആട് നമ്മളിങ്ങനെ സോനാമാർഗിലോട്ട് പോകുന്ന വഴിക്ക് സിന്ധു നദി കണ്ടു. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം. നോക്കി, ഇതാണ് സിന്ധു നദി. വെള്ളം കുറവാണ്. ഇനിയിപ്പോൾ വെള്ളം കുറയും. ഇനിയിപ്പം മഴ വെയിലൊക്കെ വരുന്ന സമ്മർ സീസണിലാണെങ്കിൽ ഇത് ഭയങ്കര വെള്ളമാണ്. അടിപൊളിയാണ് ഇല്ലയോ? സൂപ്പർ. ഇങ്ങനെ നമ്മുടെ യാത്രയിൽ ലോക്കലായിട്ടുള്ള ഒരാളുള്ളത് നല്ലതാണ് അല്ലയോ? നമുക്ക് കുറേ കാര്യങ്ങളെ പറഞ്ഞു തരാനും പിന്നെ അവർ പറഞ്ഞു തരുന്നത് മനസ്സിലാവാൻ വേണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം. അവർക്ക് ഇംഗ്ലീഷും ഹിന്ദി അറിയാം. ഇതെന്തെങ്കിലും ഒന്ന് അറിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം സാർ. ഇവിടുത്തെ ടൂറിസ്റ്റുമായിട്ട് ഇടപഴകുന്ന എല്ലാ ആൾക്കാർക്കും ഇംഗ്ലീഷ് ഹിന്ദി അറിയാം. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഡാൽ ലേക്കിൻ്റെ അവിടെയൊക്കെ ഉള്ളവർക്ക് മലയാളം അറിയാം. അപ്പം ഞാൻ ചോദിച്ചു അത് എന്തുകൊണ്ടാണ് പുള്ളിയോട്. അന്നേരം പറയുന്നത് അവിടെ ഒത്തിരി കേരളത്തിൽ നിന്നുള്ള ബിസിനസ്സുകാരുണ്ട്, വസ്ത്രത്തിൻ്റെയും അതും ഇതൊക്കെ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉള്ളവർക്ക് കുറേശ്ശെ മലയാളം അറിയാം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവർ സംസാരിക്കുന്നത് കേട്ടാണ് നമ്മൾ. ഫോട്ടാണ് പഠിപ്പിച്ചേക്കുന്നത്. मतलब जिनका वेट कम हो, मतलब जिनका वेट 50-60 हो ना, वो चलते हैं फ्रीजिंग डल लेक. ഓ അടിപൊളി. പറയുന്നത് ഒരു ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഡാൽ ലേക്കിൻ്റെ മുകളിൽ ഐസ് വരും. ഐസ് വന്നു കഴിയുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്നാൽ ഒത്തിരി വെയിറ്റ് പാടില്ല. കുറച്ച് വെയിറ്റൊക്കെ ഉള്ളവർക്ക് ഡാൽ ലേക്കിൻ്റെ മുകളിൽ കൂടെ നടക്കാം. എന്താല്ലേ അടിപൊളി. അത് കൊള്ളാം അല്ലേ സ്വർണ്ണപ്പാ? ഇന്നലെ പോയതിൻ്റെ മുകളിൽ നടക്കുമെന്ന് ആൾക്കാർ. ഡിസംബറൊക്കെ കഴിയുമ്പോഴത്തേക്ക് മേൽവശം മുഴുവൻ ഫ്രീസ് ആവും. ബോട്ടൊന്നും കാണത്തില്ല. അപ്പോ शिकारा उधर रहेगा, वो बाहर निकालेगा डाल लेक से. नहीं शिकारा रहता, वो लोग तोड़ते हैं ना. मेरे पास वीडियो है, मैं आपको भी दिखाऊंगा. അവരെ ഐസ് പൊട്ടിച്ചിട്ട് ആ ശിക്കാര അവിടെ തന്നെ ഇട്ടേക്കും. അതാ പറഞ്ഞത്. സർവീസ് ചെയ്തില്ല. ഇല്ല അങ്ങനെ ഐസിന്റെ അകത്തോട്ട് എങ്ങനെയാ പോകുന്നത്? ഫുൾ ഐസ് അല്ലേ? पूरा वो ठंडी बराबर 40 डेज तक. 40 डेज. उसको यहाँ पे कहते हैं चलाई कला. नीचे पानी, ऊपर आइस है. ऊपर जमता है. वही है. शिकारा वाले फिर एक डंडा ले लेते हैं और तोड़ते हैं डंडे से. അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഇതൊക്കെ അറിവുകളാണല്ലേ. നമ്മൾ എപ്പോഴും ഇല്ലേ, നമ്മളൊരു ഇന്ത്യയിൽ സഞ്ചരിക്കുമ്പോൾ ഹിന്ദി
അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാനും ഉള്ളത് പഠിച്ചു വെക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം ഇത്. അത് സ്വർണ്ണപ്പൻ അവിടെ ഇരിക്കും. സ്വർണ്ണപ്പൻ ഒന്നും മനസ്സിലാവതല്ല. സ്വർണ്ണപ്പൻ തന്നെ സ്വർണ്ണപ്പൻ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ലേ സ്വർണ്ണപ്പാ? അതെ, സ്വർണ്ണപ്പൻ ഒരു ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഹിന്ദി പഠിക്കാം. ഇല്ലേ സ്വർണ്ണപ്പാ? പഠിക്കുമോ? ഹിന്ദി പഠിക്കുമോ? അതാണ് ഇവിടെ വന്നപ്പോഴത്തെ മനസ്സിലായി. ചുമ്മാ ഇല്ലേ പണ്ട് പറയത്തില്ലേ, എന്തുവാ ഏതൊരു ചൊല്ലുണ്ടല്ലോ, പഴഞ്ചൊല്ല്, ഹിന്ദി വേണ്ടാന്നാ പറയുന്നത്. അതാ, ഹിന്ദി പഠിക്കണം. ഹിന്ദി പഠിച്ചില്ലേ വലിയ പാടാ. കേരളത്തിൽ തന്നെ അടിയുന്നവരാന്നേ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ കേരളത്തിലാണെങ്കിലും എന്തെങ്കിലും എല്ലാം ബംഗാളികളാണ്. അപ്പൊ അതുകൊണ്ട് ഹിന്ദി മസ്റ്റായിട്ട് പഠിക്കണം. ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമൊക്കെ എവിടെ പോയാലും അത്യാവശ്യം കാര്യങ്ങൾ ചോദിച്ചറിയാനും ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ, നമ്മുടെ അറിവുകൾ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ദാലേക്കിൻ്റെ സംഭവമൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. അല്ലേ സ്വർണ്ണപ്പാ? ഇന്നലെ വീഡിയോയിൽ കണ്ട അവിടെ എല്ലാം ഐസായിട്ടേ, അതൊക്കെ അടിപൊളി എക്സ്പീരിയൻസാണ്. അതിന് പക്ഷേ അതൊക്കെ പുള്ളി പറയും, എനിക്ക് മനസ്സിലായില്ല, പിന്നെ എന്തുവാ അതിൻ്റെ കാര്യമുണ്ടോ? പുള്ളി എല്ലാ കാര്യങ്ങളും പൊതുവെ ഇവരെല്ലാവരും ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴും ഓട്ടോ ഓടിക്കുമ്പോഴും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഭാഷ അറിയണം. അപ്പോൾ ഭാഷ നമ്മൾ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല, എങ്കിലും അത്യാവശ്യം പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. മനസ്സിലാവാത്ത ഭാഷ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അവരത് പറഞ്ഞു തരും. അങ്ങനെയാണ് ഈ യാത്ര. എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരിക്കലും ഇതൊരു പാക്കേജായിട്ടൊന്നും വന്നതല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, നേരെ ശ്രീനഗർ വന്നിറങ്ങി. പിന്നെ നമ്മളിങ്ങനെ ചോദിച്ചും പറഞ്ഞും ആരെയൊക്കെ പരിചയപ്പെട്ട് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ ഒത്തിരി ഒരു റേറ്റിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും. മറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കേജൊക്കെ ആകുമ്പോൾ അത് ഫിക്സഡ് റേറ്റാണ്. പിന്നെ ബാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം, പിന്നെ നമ്മളത് വാങ്ങിക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് പൊതുവെ കുറവാണ്. ये साल फर्स्ट वो पहलगाम इंसिडेंट हुआ तो बेचारे होटलियर्स, कैब वाले, हमारा भी, मेरा नुकसान हो गया ऑलमोस्ट 30,000 रुपीज़ का, क्योंकि हमको बैंक की गाड़ियाँ हैं, वी हैव टू पे EMI एवरी मंथ. तो एक तो वो हो गया. होटल्स का जितनी भी बुकिंग थी पहलगाम अटैक से पहले वो सब कैंसिल हो गई, वो उनको रिफंड करना पड़ा. उसके बाद फ्रूट इंडस्ट्री का लॉस हो गया ऑलमोस्ट 2,000-2,500 करोड़ रुपया. फ्रूट का ट्रक खराब हो गया. एप्पल का एक चीज़ है कि एक बार वो पेड़ से उतारा ना तो वो जल्दी फिर होना चाहिए कोल्ड स्टोर में. मतलब अब यहाँ से दिल्ली जाता है, फिर दिल्ली में उसको कोल्ड स्टोर में रख के बाहर भेज देते हैं. लेकिन जब वो रोड में ही फंस गया ऑलमोस्ट फॉर 10 days 12 days, वो पूरा ट्रक सड़ गए, फिर फेंक दिया पूरा. बहुत नुकसान हुआ ऐसा. इंशाल्लाह नेक्स्ट ईयर अच्छा होगा. टूरिस्ट भी आ रहे हैं आहिस्ता आहिस्ता. പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം ഇവിടെ ഭയങ്കരമായ പ്രശ്നങ്ങളായിരുന്നു. പ്രത്യേകിച്ചും ഈ ഫ്രൂട്ട്സിൻ്റെ ഇൻഡസ്ട്രി തകർന്നു പോയെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ടൂറിസ്റ്റുകാർ, പുള്ളിയൊക്കെ പറയുന്നത് എല്ലാം ബാങ്ക് ലോണല്ലേ ഈ ടാക്സി എല്ലാം എടുക്കുന്നത്, അതിൻ്റെ EMI അതൊക്കെ ആയിട്ട് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ് പറയുന്നത്. എന്തായാലും അത് കുറേശ്ശെ മാറി വരുന്നുണ്ട്. അടുത്ത വർഷം അവരതിൽ നിന്നൊക്കെ റിക്കവർ ആവും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ ചെയ്യുക, അവർക്ക് തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. വരുമാന മാർഗ്ഗമില്ല. എന്നെ മുട്ടിയാൽ ആർക്കാ ഇഷ്ടപ്പെടുന്നത്? അടച്ചിട്ട ഒരു മുറിക്കകത്തിട്ടുണ്ടല്ലേ വരുന്നത്. നമുക്ക് ആ ഒരു സീനറീസ് ഒന്നും അതുപോലെ കിട്ടത്തില്ല. ഇത് പക്ഷേ അടിപൊളിയാണ്. ഇവിടെ പക്ഷെ ഡ്രൈവിങ് അടിപൊളി ഡ്രൈവിങ്ങാണ്. ബസ്സൊക്കെ റോഡിന് നടുക്ക് ആളെ എടുക്കും, തിരിക്കണേലും നടുക്കൊണ്ടിട്ട് തിരിക്കും. ഓണടി അത് ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിലുമായിട്ടൊക്കെ ഒരു സാമ്യമുള്ള ഡ്രൈവിംഗ് ആണ്. അടിപൊളിയാണ്. ഇത് കാശ്മീരിലെ 3ാമത്തെ നീളം കൂടിയതാണ് എന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. ടണൽ നമ്പർ 1 ബനിഹാൽ बानीहाल टू कश्मीर कनेक्टिंग ആണ് നമ്പർ 1 ടണൽ. सेकंड वन इज नाशरी to Rambankar, and the third one is Sonabar. Third one is Gagangir to Sonabar.
അടിപൊളി. കുറേ സമയമുണ്ട്.